ഈ നയനയുടെ മരണം സംബന്ധിച്ച ദുരൂഹതയിലേക്ക് പോയി വരാം. നയന സൂര്യൻ, യുവ സംവിധായിക, പ്രശസ്ത സംവിധായകൻ അന്തരിച്ച ലെനിൻ രാജേന്ദ്രന്റെ അസോസിയേറ്റ് കൂടി ആയിരുന്നു. നയന സൂര്യന്റെ മരണം ആത്മഹത്യ എന്ന് പോലീസ് അന്ന് എഴുതി തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച്, കുടുംബത്തിന്റെ പരാതി അനുസരിച്ച്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും അനുബന്ധ റിപ്പോർട്ടുകളിലെയും പല സുപ്രധാന കാര്യങ്ങളും അന്നത്തെ അന്വേഷണ സംഘം പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം. നയന വലിയ സുഹൃത്ത് വലയത്തിനുടമയാണ് കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ നയനയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, സാംസ്കാരിക സിനിമാ വേദികളിൽ എല്ലാ മേഖലയിലുമുള്ളവർ നയനയ്ക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വേദനിപ്പിച്ചൊരു മരണമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത സുഹൃത്തുക്കൾ, ഒട്ടനവധി തിയറികളും അതിന് പിന്നാലെ പുറത്തു വരുന്നു. ഡിപ്രഷനാണ്, അതാണ് ഇതാണ് നോക്കി. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഒടുവിൽ ന്യൂസ് 18 കേരളത്തിൽ തന്നെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത ഒരു അഭിമുഖത്തിൽ നയനയുടെ സുഹൃത്ത് പറഞ്ഞത് വാതിൽ അകത്തു നിന്ന് അടച്ച് കുറ്റിയിട്ടിരുന്നു അല്ലെങ്കിൽ താഴിട്ടിരുന്നു എന്നുള്ള വാദം പൂർണ്ണമായും ശരിയല്ല, അതിൽ ഉറപ്പില്ല. പോലീസും ഇന്ന് ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്, കൊലപാതക സാധ്യത തള്ളിക്കളയുന്നില്ല. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുകയാണ്. വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, അന്വേഷണം ഇന്ന് ആരംഭിക്കുമോ? എന്താണ് ഈ കേസ് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ? ഇന്നലെയാണ് നയന സൂര്യന്റെ മരണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് തീരുമാനമായത്. പക്ഷേ ഒരു അന്വേഷണ സംഘത്തെ തീരുമാനിച്ചില്ല. ഇന്ന് അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ അന്വേഷണത്തെ നയിക്കാൻ ഉണ്ടാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, നേരത്തെ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു മരണമുണ്ടാകുമ്പോൾ അത് അസ്വാഭാവിക മരണമെന്ന് ആദ്യ റിപ്പോർട്ട് വരികയും പിന്നീട് എഴുതി തള്ളുകയും ചെയ്യുന്ന പതിവ് പോലീസ് രീതി ഇവിടെയും തുടർന്നിരുന്നു. അതുതന്നെയാണ് ഇത്ര വലിയൊരു വീഴ്ചയിലേക്ക് പോലീസിനെ കൊണ്ടുവന്നെത്തിച്ചത്. എന്തുകൊണ്ട് പ്രാഥമിക പരിശോധനകൾ പോലും ആ രീതിയിൽ നടത്തിയില്ല എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. മ്യൂസിയത്ത് ഈ കേസ് ആദ്യം അന്വേഷിച്ച കേസ് നടക്കുമ്പോൾ സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സുനിൽകുമാറാണ്. സുനിൽകുമാർ നേരത്തെ ഒരു കേസിൽ സമാനമായി, നമുക്കറിയാം KM ബഷീർ എന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബഷീറിന്റെ മരണം എന്ന് നേരിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത്തരമൊരു ദുരൂഹ സംഭവം നടക്കുമ്പോൾ, സങ്കടകരമായ സംഭവം നടക്കുമ്പോൾ അന്ന് സ്റ്റേഷന് ചുമതലയുണ്ടായിരുന്ന ഇതേ സുനിൽകുമാറാണ്. അദ്ദേഹത്തിന്റെ ആ ഘട്ടത്തിലെ വീഴ്ചകൾ വളരെ വിമർശനത്തിന് വിധേയമായതാണ്. അതിനെ തുടർന്ന് സുനിൽകുമാറിനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയ ചരിത്രവുമുണ്ട്. അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇവിടെയും കേസ് അന്വേഷിച്ചത് പ്രാഥമിക ഘട്ടത്തിൽ. അവിടെയാണ് അത്തരമൊരു വീഴ്ച ഉണ്ടായെന്ന് വീണ്ടും വെളിപ്പെടുന്നത്. വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായി. എന്തുകൊണ്ട് ഇത്തരം വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല? ആരെങ്കിലും പറഞ്ഞ ഒരു റിപ്പോർട്ട് മാത്രം വച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോയി തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ആ വീഴ്ചകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. ഈ കേസ് ആദ്യം ഇത്തരത്തിൽ വാർത്തകളായി പുറത്തു വരുമ്പോഴും പോലീസ് പ്രാഥമികമായി പറഞ്ഞത് ആത്മഹത്യയാകാനുള്ള സാധ്യത തന്നെയാണ്. ഒരു രോഗത്തിന്റെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന അസാധാരണ ഒരു അവസ്ഥ നയനയ്ക്കുണ്ടായിരുന്നുവെന്ന ഒരു തിയറിയൊക്കെ പോലീസ് ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും കാര്യങ്ങൾ മാറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇന്നലെ KG ദിനിൽ DYSP സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ അത്തരത്തിൽ ഇത് കൊലപാതകമാകാമെന്ന സൂചനയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ADGP MR അജിത് കുമാറുമായി, ക്രമസമാധാന ചുമതല ADGPയുമായി ചർച്ച നടത്തി. അതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോയത്. വിശദമായ അന്വേഷണം തന്നെ ഉണ്ടാകും. ഈ പരാതിക്കാരെ നേരത്തെ നയനയുടെ ഈ മരണം അസ്വാഭാവികമെന്ന് നേരത്തെ തന്നെ സംശയം ഉന്നയിച്ച നയനയുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ മൊഴിയെടുക്കും. ഈ ഫ്ളാറ്റിൽ അയൽവാസികളുണ്ട്, അവരുടെ മൊഴിയെടുക്കും. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണ സംഘത്തെയും ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും. പ്രദീപ്.